ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വെറുതെ ഉള്ള ജീവിതം ഹോസ്പിറ്റൽ വരാന്തയിൽ നിരങ്ങി തീർക്കണ്ടെങ്കില് ആ വിഷ്ണു എവിടെയുണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. മദ്യവും മരാശിയും ഒഴുകുന്ന ഈ അന്തരീക്ഷത്തിലെ വിഷ്ണുവിന്റെ മകള് വളരും. ഇല്ലെങ്കിൽ ഞാൻ വളർത്തും. തടയാൻ നിനക്കും ആവില്ല, നിന്റെ കുഞ്ഞിക്കും ആവില്ല. എന്തിന് ഈ പറയണ വിഷ്ണുവിനും പറ്റില്ല. തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നില് പപ്പിയന്റെ മോളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും. അമ്മയും മകനും മരുമകളും കൂടി ഒരുമിച്ച് കഴിയാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സമാവുകയും ചെയ്യും. ഇത്രയും നാളും എന്നെ ഒളിച്ച് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ? ഇനി ഈ രഹസ്യമായിട്ട് ഞാനും അത് നടക്കട്ടെ. ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ളതാ. എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടെത്തുകാടി. എന്റെ ഇനിയുള്ള വഴി അത് തന്നെയാടി. രോഹിത്, ഞാൻ എന്റെ പപ്പി മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഇനി അവിടെ ആരിരുന്നിട്ടാടി? സ്പിരിറ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ കളക്ടർ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് വഴിവിട്ട് സഹായിച്ചതിന്റെ പേരില് ശാലിനിയുടെ ജോലിയും പോവും. പിന്നെ പിന്നെ ഏക ആശ്രയം ആ ഉണക ചായക്കടയാ. അവിടെ പോയി പാത്രവും എടുത്ത് എച്ചിപ്പാത്രം കഴുകാനാ നിന്റെ യോഗമെങ്കിൽ നീ പോടി. ഇവിടെ നിൽക്കുമ്പോ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ. പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടി കിടക്കണം. ചിലപ്പോ ഞാനേ ഉപദ്രവിച്ചെന്നൊക്കെ ഇരിക്കും. ഇങ്ങനെ മറുത്തൊന്നും പറയാതെ ക്ഷമിച്ചേക്കണം. കാരണം ഇത് രോഹിത്തിന്റെ സാമ്രാജ്യമാ. രോഹിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം. ഇവിടെ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന വെറുമൊരു പുഴു. അത് മാത്രമാ നീ. വെറുമൊരു പുഴു. മാറവിടെ. അമ്മ എന്തിനാ അമ്മ കരയുന്നേ? അച്ഛൻ പിന്നെയും വഴക്ക് പറഞ്ഞോ? പപ്പി തിരക്ക് ഞാൻ എവിടേക്ക് നടന്നോന്നറിയാവോ? ഇതെന്താ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെയല്ല, എന്തോ ഉണ്ട്. എന്താ പപ്പിക്ക് എന്താ പറ്റിയത്? പപ്പിക്ക് എന്തോ സങ്കടം ഉണ്ടല്ലോ. പപ്പി സങ്കടപ്പെടാതെ കാര്യം പറ. അച്ഛൻ വീട്ടില് വലിയ ബഹളോ സത്യ. വീട്ടിലെന്നും ബഹളോ. കള്ളു കുടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞ അമ്മ തല്ലാൻ ചെല്ലും. എനിക്ക് ആ വീട്ടിലേക്ക് പോണോന്നേ ഇല്ല. എന്റെ അച്ഛൻ എന്നെ സ്നേഹത്തോടെ നോക്കുപോലും ഇല്ല. എപ്പോഴും ദേഷ്യ. പിന്നെ എപ്പോഴും എങ്ങനെയാ സത്യം എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടം തോന്നുന്നേ? എന്നാ പപ്പീനെ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ശാരദാമ്മയുടെ അടുത്ത് പോവാം. അതെങ്ങനെ പോവാനാ? എന്നെ വിളിക്കാൻ അവിടെ നിന്ന് അമ്മ വരില്ലേ?
എന്നെ അമ്മ അങ്ങോട്ടല്ലേ കൊണ്ടുപോകൂ. ശ്യാമാന്റി അവിടുന്ന് പപ്പി വിളിക്കാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോയാലോ? എന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം ശ്യാമാന്റിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ശാരദാമ്മയുടെ ശ്യാമാന്റി ഒന്നും പറയില്ല. എന്നാ പിന്നെ നമുക്ക് പോവാല്ലേ? പിന്നല്ലാതെ. ബാ പോവാം. നടാ ഒരു കട്ടൻ കുടിക്കേ. വേണ്ട സാർ. കുടിക്കടാ അങ്ങോട്ട്. തൊണ്ട വരണ്ട നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കുടിച്ചോ. എടാ നീ ചെറുപ്പമാ. നീ ഇതിൽ നിരപരാധിയാണെന്നും ലോറി ഓടിച്ചിരുന്നത് നീയല്ലെന്നും അത് വിഷ്ണു ആയിരുന്നുവെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചന്ദ്രബോസ് സാറിന്റെ ടാർഗറ്റ് വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഈ ലോക്കപ്പിനകത്ത് കിട്ടാൻ വേണ്ടി സാർ എന്ത് കളിയും കളിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് നീയാണെന്നറിഞ്ഞാൽ അയാൾ നിന്റെ പരിപ്പിളക്കും. വെറുതെ ഈ ചെറുപ്രായത്തിൽ പണിയെരന്ന് വാങ്ങണോ? നീ മാന്യമായിട്ട് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് തടിയൂരി പോകാൻ നോക്ക്. ആത്മാർത്ഥതയുടെ പേരും പറഞ്ഞ് കൂമ്പിനിട്ടൊക്കെ ഇടി വാങ്ങിക്കൂട്ടിയാ വയ്യാതാവുമ്പോ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. നിന്നെ ഇവിടിട്ട് ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പ്ലാനും പദ്ധതിയും ഇട്ടിട്ടാ ചന്ദ്രബോസ് സാർ പുറത്തേക്ക് പോയത്. സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചുറപ്പിക്കേ. വെറുതെ ഉള്ള ജീവിതം ഹോസ്പിറ്റൽ വരാന്തയിൽ നിരങ്ങി തീർക്കണ്ടെങ്കിൽ ആ വിഷ്ണു എവിടെയുണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. കൊള്ളാം സാർ. എന്താ നേടാ ഇത്? എല്ലാം കുറച്ച് ബിരിയാണി കൂടെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അല്ല സാർ, ഞാൻ പിന്നെ ഇവന് തൊണ്ട വരണ്ടോന്ന് പറഞ്ഞപ്പോ. തന്നെയൊക്കെ ആരാടോ ഈ പോലീസിലെടുത്തത്? വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. കഷ്ടം. എടോ വല്ല അനാഥാലയം നടത്തിയപ്പോ പള്ളി അച്ഛനോടൊപ്പം നോക്കാനുള്ളവരൊക്കെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ട് ഈ കിടക്കുന്നുണ്ടല്ലോ ഇവനെ പച്ചവെള്ളം കിടത്തിന് പിടിച്ചോണ്ട് വന്നല്ല, പിരിട്ടി കിടത്തിനാ. അറിയണോ നിനക്ക്? ആളെ കൊല്ലി. എടോ അപ്പൊ ഇവനെയൊക്കെ നന്മയുടെ ഭാഷ ഉപദേശിച്ചാൽ പറ്റില്ല. അതിനെ തിന്മയുടെ ഭാഷകൾ ഉണ്ടാക്കണം. മനസ്സിലായടോ? അത് തനിക്കറിയാൻ പാടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം. കണ്ടു പഠിച്ചോ. ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെടട്ടെ.